മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് കോഡിഗ്നേറ്റർ 4-ലെ കൺട്രോളേഴ്സ് ആൻഡ് റൗട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ കോഡിഗ്നേറ്റർ 4 ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാമ്പിൻ്റെ ഉള്ളിൽ HDocsൻ്റെ ഉള്ളിൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറാണ്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാണ്. ഇത് ഞാൻ എഡിറ്റർ യൂസ് ചെയ്തിട്ട് PHP Storm ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഡിറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ കോഡിഗ്നേറ്റർ 4 എന്ന് പറഞ്ഞാൽ MVC പാറ്റേൺ ആണ്, മോഡൽ വ്യൂ കൺട്രോളർ. അതിൽ മോഡൽ എന്ന് പറയുന്നത് ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളുള്ളതാണ് മോഡൽ. അപ്പോൾ ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ റിട്രീവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ് മോഡലിലുള്ളത്. വ്യൂസിലാണെങ്കിൽ നമുക്ക് യൂസേഴ്സ് ആയിട്ടുള്ള എങ്ങനെയാണ് യൂസേഴ്സ് കാണുക, HTML കണ്ടന്റ്, അതെല്ലാം വ്യൂസിലാണ് ഉള്ളത്. കൺട്രോളേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് വ്യൂ ആണ് ലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് മോഡലാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൺട്രോളേഴ്സിലാണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ കാണാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം കൺട്രോളേഴ്സ്, ഡാറ്റാബേസ്, മോഡൽസ്, വ്യൂസ്, അതൊക്കെ കാണാം. അപ്പോൾ ഈ ഫോൾഡറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എം വി സി പാറ്റേൺ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് റെഫർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റൗട്ട്സ് ആണ്. റൗട്ട്സ് എന്ന് പറയുന്നത് ഏത് കൺട്രോളർ അല്ലെങ്കിൽ ഏത് മെത്തേഡ് URL വെച്ച് റൺ ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റൗട്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള URLന് ഏതൊക്കെ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ മെത്തേഡ് വേണം, അത് ചെയ്യുന്നത് റൗട്ട്സ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആപ്പിൻ്റെ ഉള്ളിൽ കോൺഫിഗ് കാണാം, അതിൽ നമുക്ക് routes.php എന്ന് കാണാം. അപ്പോൾ ഇതിൽ ഓൾറെഡി നമുക്ക് കൺട്രോളേഴ്സ് അല്ലെങ്കിൽ മെത്തേഡൊക്കെ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോം കൺട്രോളറായിട്ടും അതുപോലെ തന്നെ മെത്തേഡ് ഇൻഡെക്സ് ആയിട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നമുക്ക് കാണാം റൗട്ട്സ്, ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് നമുക്കറിയാം. ഗെറ്റ്, അതുപോലെ തന്നെ പോസ്റ്റ് യൂസ് ചെയ്യാം, ഡിലീറ്റ്, പുട്ട്, പാച്ച്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മെത്തേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ റൗട്ട്സിൽ ഗെറ്റ്, അതുപോലെ തന്നെ സ്ലാഷ്, പിന്നെ ഹോം, ഇൻഡെക്സ്. ഹോം എന്ന് പറയുന്നത് കൺട്രോളറിൻ്റെ നെയിമാണ്, ഇൻഡെക്സ് എന്ന് പറയുന്നത് മെത്തേഡ്. അപ്പോൾ നമുക്ക് നോക്കാം. കൺട്രോളേഴ്സിൽ home.php അതാണ് ഇവിടെ കൊടുത്തേക്കണത്, കൺട്രോളറിൻ്റെ നെയിം. അപ്പോൾ ഇതിൽ നമുക്ക് അതുപോലെ തന്നെ മെത്തേഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഇൻഡെക്സ്, ആ മെത്തേഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ക്ലാസ് ഹോം എക്സ്റ്റെൻഡ് ചെയ്യണത് ബേസ് കൺട്രോളറാണ്. അതുപോലെ തന്നെ റിട്ടേൺ വ്യൂ ചെയ്യണത് വെൽക്കം മെസ്സേജ് ആണ്. അപ്പോൾ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ നമുക്ക് കാണാം വെൽക്കം മെസ്സേജ്. ഓക്കെ, ഇതാണ് ജസ്റ്റ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്, വെൽക്കം ടു കോഡിഗ്നേറ്റർ 4. നെക്സ്റ്റ് നമുക്ക് ഈ റിട്ടേൺ വ്യൂ വെൽക്കം മെസ്സേജിന് പകരം ജസ്റ്റ് എക്കോ ഹലോ വേൾഡ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എക്കോ ഹലോ വേൾഡ്. ഇപ്പോൾ വെൽക്കം മെസ്സേജിന് പകരം നമുക്ക് ഹലോ വേൾഡ് കിട്ടണം. ഔട്ട്പുട്ട് ഹലോ വേൾഡ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് എബൌട്ട് അസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം റൗട്ട്സിൽ കൊടുക്കുക. റൗട്ട്സ് ഗെറ്റ്, ഹോമിന് പകരം നമുക്ക് ഏതെങ്കിലും ഒരു കൺട്രോളർ നെയിം എബൌട്ട്, അതുപോലെ തന്നെ മെത്തേഡ് നമുക്ക് എബൌട്ട് എന്നാക്കാം. ഇപ്പോൾ URL അടിച്ചു കൊടുക്കേണ്ടത് about/s ആണ്, -us ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടണം. പക്ഷെ ഇവിടെ നമ്മൾ കൺട്രോളർ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എറർ കാണിച്ചത്. അപ്പോൾ ഇവിടെ കൺട്രോളർ നെയിം മാത്രമേ ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളൂ, അതിന് മെത്തേഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു കൺട്രോളർ ഉണ്ടാക്കാം. home.php എന്ന് ഉണ്ടാക്കിയ ഒരു സെയിം ഉള്ള പോലെ തന്നെ സെയിം ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാതെ about.php കൊടുക്കുക. അതിൽ നമുക്ക് ക്ലാസ് നെയിം മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇൻഡെക്സ് മാറ്റി എബൌട്ട് കൊടുക്കാം. മെത്തേഡ് നെയിം എക്കോ എബൌട്ട് അസ് പേജോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. സേവ് ചെയ്യുക, ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കവിടെ URL about-us എന്ന് കൊടുക്കണം, നമ്മൾ കൊടുത്ത റൗട്ട്സിൽ കൊടുത്ത URLൻ്റെ. നെക്സ്റ്റ് നമുക്ക് എക്കോ മാറ്റിയിട്ട് വ്യൂ പേജ് റിട്ടേൺ ചെയ്യാനായിട്ട് വ്യൂസിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു ഫയൽ ഉണ്ടാക്കുക, about.php. ഓക്കെ, അതിനുശേഷം നമുക്ക് എക്കോ മാറ്റിയിട്ട് റിട്ടേൺ വ്യൂ, ആ പേജിൻ്റെ നെയിം എബൌട്ട്. നമുക്ക് എബൌട്ടിൽ എന്തെങ്കിലും എഴുതി കൊടുക്കാം. HTML കണ്ടന്റ് എഴുതാം. അതിനുശേഷം ടൈറ്റിൽ കൊടുക്കുക about us, ബോഡിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുക about us പേജ്. ജസ്റ്റ് റൺ ചെയ്ത് നോക്കുക. about us പേജ്. അപ്പോൾ നമുക്ക് ഈ എബൌട്ട് എന്ന് പറഞ്ഞ പേജിലേക്ക്
റിട്ടേൺ ആയി വന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡാറ്റാബേസിനെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് സജഷൻ ബോക്സിൽ ഇടാം. താങ്ക്